ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദൈവ വചനത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൈസ്തവ സഭ ഇന്ന് ഏറെ മറ്റേത് മതവിഭാഗങ്ങളെക്കാളും ഏറെ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ദുരുപദേശങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു സഭയായി തീർന്നിരിക്കുകയാണ്. ആ ക്രൈസ്തവ സഭ ഉപദേശിക്കുന്ന ആ ദുരുപദേശങ്ങൾ മുഖ്യ പങ്ക് ത്രിയേക ദൈവ വിശ്വാസം എന്നുള്ള ആ ഉപദേശത്തിനാണ്. അതുപോലെ തന്നെ മരിച്ചവരുടെ ആത്മാവ്, അമർത്യമായിരിക്കുന്ന ഒരാത്മാവ്, നിത്യ ദണ്ഡനം, ഇതൊക്കെ ക്രൈസ്തവ സഭ ഉപദേശിക്കുന്ന ദുരുപദേശങ്ങളാണ്. അതിൽ ഇന്ന് ഈ ത്രിയേക ദൈവ വിശ്വാസം എന്നുള്ള ആ ചിന്ത, ക്രൈസ്തവ മതത്തിൻ്റെ പഠിപ്പിക്കലുകൾ, അതിൻ്റെ വേദാനുസൃതമായ ചിന്താഗതികൾ എന്ത് എന്ന് ചിന്തിക്കുക. അതിന് ആമുഖമായി ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ഈ പ്രകാരം ഒരു വിശ്വാസത്തിൻ്റെ പോരായ്മ എന്താണ് എന്നുള്ളത് നിങ്ങളോട് ഒരു ആമുഖമായി നിങ്ങളുമായി പങ്കുവയ്ക്കുക എന്നുള്ള ഞാൻ ലക്ഷ്യമാക്കുന്നത്. ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ മതവിഭാഗങ്ങളും ഒന്നിലേറെ ദൈവങ്ങളെ വിശ്വസിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. മുഖ്യമായും ആ മതവിഭാഗങ്ങൾക്കെല്ലാം 3 ദൈവങ്ങളാണുള്ളത്. ഒരു സംശയം, ഈ ദൈവങ്ങളോട് കിടപിടിക്കാൻ, ഈ വിശ്വാസങ്ങളോട്, ഈ ജാതീയ ചിന്തകളോട് കിടപിടിക്കുവാൻ ഒരു കാരണവശാലും അവരിൽ നിന്നും പുറകെ ആകരുത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണോ ക്രിസ്ത്യാനികളും ഇപ്രകാരം തങ്ങൾക്ക് 3 ദൈവം, ത്രിയേക ദൈവം, 3 ദൈവമുണ്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ 3 ദൈവവും ചേർന്ന് ഒരു ദൈവമാണെന്ന് പറയുക, അങ്ങനെ ത്രിയേക ദൈവ വിശ്വാസത്തിലേക്ക് ഏതെങ്കിലും ക്രിസ്ത്യാനിയോട് ഒരുവൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട് എന്ന് ചോദിച്ചാൽ അവർ പറയും ഒരു ദൈവമുള്ളൂ. അതേസമയം ജനം തിരിച്ച് ചോദിച്ചാൽ പറയും പിതാവ് ദൈവമാ, പുത്രൻ ദൈവമാ, പരിശുദ്ധാത്മാവും ദൈവമാണ്. അപ്പൊ ദൈവം എത്രയുണ്ട്? ഒരു ദൈവമുള്ളൂ എങ്കിലും എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി, ഇത് ഇതര മതവിഭാഗങ്ങളുമായി തങ്ങൾ ഒരിക്കലും ദൈവവിശ്വാസത്തിൽ പിന്നിലാകരുത് എന്നുള്ള ആ ഒരു ചിന്തയാണോ ഇപ്രകാരം ഈ ക്രിസ്തുമത വിശ്വാസികളെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ക്രിസ്തുമതത്തിലേക്ക് ഈ ത്രിയേക ദൈവ വിശ്വാസം കടന്നു വന്നത്, അതിൻ്റെ ഉപജ്ഞാതാവ് മറ്റാരുമല്ല, തെർത്തുല്യൻ എന്ന് പറയുന്ന 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തെർത്തുല്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ദക്ഷിണാഫ്രിക്കൻ വംശജനായിരുന്നു, ഒരു ജാതീയ വിശ്വാസിയായിരുന്നു. അദ്ദേഹം ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ട് ചെയ്തു, ക്രിസ്തുമതം സ്വീകരിച്ചു. അതോടുകൂടി അദ്ദേഹമാണ് മുഖ്യമായും ഈ ത്രിയേക ദൈവ വിശ്വാസം ക്രൈസ്തവ മതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ചൂട്ടുപിടിക്കാൻ തക്കവണ്ണം നമുക്കറിയാം, ജാതീയ റോമ സാമ്രാജ്യം അതിൻ്റെ ഏതാണ്ട് AD 313 ശേഷം അധികാരത്തിലെത്തിയ കുസ്തന്തീനോസ്, അദ്ദേഹം ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും AD 325 നടന്ന നിഖ്യാ സുന്നഹദോസിൽ അദ്ദേഹമായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. അങ്ങനെ നിഖ്യാ സുന്നഹദോസിൽ ഈ ത്രിയേക ദൈവ വിശ്വാസം തികച്ചും ക്രിസ്തീയമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 2 വ്യക്തികൾ, ഒന്ന് ഒരു ജാതീയ വിശ്വാസിയായിരുന്ന, ജാതീയ ചിന്താഗതിക്കാരനായിരുന്ന തെർത്തുല്യനും, അതുപോലെ തന്നെ തികച്ചും ഒരു ജാതീയ ചിന്താഗതിക്കാരനായ വിശ്വാസിയായിരുന്ന കുസ്തന്തീനോസും ചേർന്നിട്ടാണ് ഇപ്രകാരം ഒരു ത്രിയേക ദൈവ വിശ്വാസം ക്രൈസ്തവ സഭയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ജാതീയ ചിന്തകൾക്ക് ഈ ക്രിസ്തുമതത്തെ കൂട്ടിയിണക്കുക എന്നുള്ളത് ഈ കുസ്തന്തീനോസിന്റെ മുഖ്യ അജണ്ടയായിരുന്നു. ജാതീയ വിശ്വാസങ്ങളുമായി ക്രിസ്തുമതത്തെ വിളക്കി ചേർക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിന് സഹായകമായി അത്തനേഷ്യസ് എന്ന് പറയുന്ന ഒരു ആദിമ ദൈവദാസനെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹവും ഈ പറഞ്ഞ തൃത്വ വിശ്വാസത്തിന് ചൂട്ടുപിടിച്ച വ്യക്തിയാണ്.
അദ്ദേഹത്തിന്റെ ആ, അദ്ദേഹത്തിന്റെ അദ്ദേഹം അനുയായിയായിരുന്നത് ഒറിഗോൺ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പണ്ഡിതനെയാണ്. അദ്ദേഹം ഈ മറ്റ് ഈ അദ്ദേഹമാണ് ഈ ക്രിസ്തു മതത്തിലേക്ക് പല വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ടുവന്നത്. ആത്മാവിന്റെ പുനർജനനം, ഈ കുർബാനയിൽ അർപ്പിക്കുന്ന അപ്പവീഞ്ഞുകളുടെ വസ്തുമാറ്റം, അതുപോലെ തന്നെ ഈ ശുദ്ധീകരണ സ്ഥലം, ഇതെല്ലാം ക്രൈസ്തവ സഭയിലേക്ക് കൊണ്ടുവന്നത് ഈ ഒറിഗോൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അനുയായിയായിരുന്നു അത്തനേഷ്യസ്. അത് നാം മനസ്സിലാക്കുക. എന്നാൽ ഇന്ന് അനേക വേദപണ്ഡിതന്മാരും അവർ ഐകകണ്ഠ്യേന പറയുന്ന ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത ഈ ക്രിസ്തുമതത്തിലെ ത്രിയേക ദൈവ വിശ്വാസത്തിന് അവർ കടപ്പെട്ടിരിക്കുന്നത് മറ്റാരോടുമല്ല, ഈ ഗ്രീക്ക് തത്വചിന്തകന്മാരോടും വിജാതീയ ചിന്തകളോടുമാണ് അവർ കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ക്രിസ്തുമതത്തെ ഗ്രീക്ക് ചിന്തകന്മാരുടെ ആലോചനകൾക്ക് അടിമകളാക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട്? ഇപ്പൊ ഈ ഗ്രീക്ക് ചിന്തകന്മാർ അല്ലെങ്കിൽ ഇതര മതങ്ങളിലേക്ക് നാം നോക്കിയാൽ, ജാതീയ മതങ്ങളിലേക്ക് നോക്കിയാൽ, ഇവരെല്ലാം ഒന്നിലേറെ ദൈവങ്ങളെ ആരാധിച്ചിട്ടുള്ളവരാ. നാം ഈജിപ്തിലേക്ക് നോക്കാം. ഈജിപ്തുകാർക്ക് 3 ദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഒസിരീസ്, ഹോറൂസ്, ഐസിസ് എന്നീ 3 ദൈവങ്ങൾ ഈജിപ്തുകാര് ആരാധിച്ചിരുന്നു. സുമേറിയക്കാര് അവര് ഈ പ്രപഞ്ചത്തെ 3 ആകാശം, സമുദ്രം, ഭൂമി എന്നിങ്ങനെ 3 വിഭാഗിക്കുകയും ഈ 3 വിഭാഗങ്ങളെയും 3 ദൈവങ്ങളുടെ കീഴിലാക്കുകയും ചെയ്തു. അവർ ആകാശത്തെ ഒരു ദൈവത്തിന് കീഴിലാക്കി. ആ ദൈവത്തിന്റെ പേര് ആൻസ് എന്ന. ഭൂമിയെ മറ്റൊരു ദൈവത്തിന് കൊടുത്തു, എല്ലിൽ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്. സമുദ്രം അവർ കൊടുത്തത് എൻഗി എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ഉത്തരവാദിത്വത്തിലാണ്. ഇതിങ്ങനെ സുമേറിയക്കാരുടെ ദൈവങ്ങളാ. ബാബിലോനിയക്കാർക്കോ അവർക്ക് 3 തലയും ഒരു ഉടലുമുള്ള ഒരു ദൈവം അവരുടെ മുമ്പിൽ. അതാ നിമ്രോദ്, സെമിറാമീസ്, തമ്മൂസ് എന്നീ 3 ദൈവങ്ങളുണ്ട് എന്ന് അവര് വിശ്വസിച്ചിരുന്നത്. ഇനി നാം ഭാരതത്തിലേക്ക് നോക്കിയാൽ ഈ ഭാരത സംസ്കാരത്തിൽ നാം കാണുന്നത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 ദൈവങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ക്രിസ്തീയ മതം തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന എല്ലാ മതവിശ്വാസങ്ങളും ഒന്നിലേറെ ദൈവങ്ങളെ ആരാധിച്ചിരുന്നത് കൊണ്ട് ക്രിസ്തുമതത്തിലേക്കും ഈ ഒരു ചിന്താഗതി, അതിന്റെ സ്വാധീനം ക്രിസ്തുമതത്തിലും ചെലുത്തി എന്നുള്ളതാണ്. ഇത് കത്തോലിക്ക പണ്ഡിതനായിരുന്ന ജെറോം എന്ന് പറയുന്ന ആ വ്യക്തി അംഗീകരിക്കുന്നുണ്ട്. ക്രിസ്തുമതത്തിലേക്ക് കടന്നു വന്ന ഈ തൃത്വ ചിന്തയുടെ, ത്രിയേക ദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ജാതീയ ചിന്തകളാണ് എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. മെസപ്പൊട്ടോമിയൻ, മെഡിറ്ററേനിയൻ സംസ്കാരങ്ങൾ അവയെല്ലാം ബഹുദൈവ വിശ്വാസം പുലർത്തിയിരുന്നവരാണ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അലക്സാണ്ടർ ഹിസ്ലോപ്പ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു പ്രൊട്ടസ്റ്റന്റ് മിനിസ്റ്റർ ആയിരുന്നു. അലക്സാണ്ടർ ഹിസ്ലോപ്പ് അദ്ദേഹം തന്റെ 2 ബാബിലോണിയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏകദൈവ വിശ്വാസത്തെ ഈ വിജാതീയ വിശ്വാസങ്ങൾക്ക് ക്രൈസ്തവ സഭ അടിയറ വെച്ചതാണ് എന്ന് അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ 2 ബാബിലോണിയൻസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി തൃത്വ വിശ്വാസം ഇത് കടന്നു വന്നത് ഒരു ട്രിനിറ്റാസ് എന്ന് പറയുന്ന ഒരു ലാറ്റിൻ പദം. ആ പദത്തിൽ നിന്നാണ് ഈ ട്രിനിറ്റി എന്നുള്ള പദം ആ വാക്കുണ്ടായിരിക്കുന്നത്. ട്രിനിറ്റാസ് ഇത് പ്ലേറ്റോയുടെ ഒരു പ്രയോഗമാണ്. പ്ലേറ്റോ ആരായിരുന്നു നമുക്കറിയാം, ഒരു യവന തത്വചിന്തകനാണ്. ട്രിയാസ് എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് അദ്ദേഹം അതിനെ ചുരുക്കി അതിന് 3 ട്രയാസ് എന്ന് പറഞ്ഞാൽ 3 അർത്ഥം. അപ്പൊ ഈ ട്രിനിറ്റി വേദപുസ്തകത്തിൽ എങ്ങും കൊടുക്കാത്ത ആ ഒരു പദം നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നാൽ ഈ അറിയൂസ് എന്ന് പറയുന്ന
ഒരു ദൈവദാസൻ ഈ വിശ്വാസങ്ങളെയൊക്കെ ചോദ്യം ചെയ്തു. ആ അറിയൂസ് AD 325 നടക്കുന്ന നിഖ്യാ സുന്നഹദോസ്, ആ സുന്നഹദോസിന് ഈ അറിയൂസിന്റെ ഏകദൈവ വിശ്വാസത്തെ അവഗണിക്കുകയും ഈ തെർത്തുല്യൻ പറഞ്ഞ ഈ ത്രിയേക ദൈവ വിശ്വാസത്തെ അംഗീകരിക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ മുമ്പേ സൂചിപ്പിച്ചു, ഈ വിശ്വാസത്തിന് അടിസ്ഥാനം അല്ലെങ്കിൽ ഈ നിഖ്യാ സുന്നഹദോസിന് അധ്യക്ഷനായിരുന്നത് മറ്റാരുമല്ല, ഈ കുസ്തന്തീനോസ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. അദ്ദേഹം ഒരു ജാതീയ ചിന്താഗതിക്കാരനാ. നോക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ള ഒരു പൂർവകാല ചരിത്രമാണ് നമുക്ക് ഈ ത്രിയേക ദൈവ വിശ്വാസത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അത് കത്തോലിക്ക സഭ ഇതിനെ പരിപോഷിപ്പിക്കുകയും അവര് വിശ്വാസികളെ ഇപ്രകാരമുള്ള ഈ ദുരുപദേശത്തിൽ കൊടുക്കുകയും ചെയ്തു. എന്നാൽ അതിലൊക്കെ സങ്കടകരമായിരിക്കുന്ന ഒരു വസ്തുത, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ ഇങ്ങനെയുള്ള ചിന്താഗതികളോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒന്നാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ. അങ്ങനെ ആയിരിക്കേണ്ടവരാണ്. എന്നാൽ ഇന്ന് കത്തോലിക്ക മതവിഭാഗത്തെക്കാൾ ഏറെ ശക്തിയോടെ ഈ ത്രിയേക ദൈവ വിശ്വാസവും നിത്യദണ്ഡന ഉപദേശവും അല്ലെങ്കിൽ നിത്യ നരകയാതനയും ഉപദേശിക്കുന്നത് മറ്റാരുമല്ല, പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളാ എന്നുള്ളത് സങ്കടകരമായിരിക്കുന്ന ഒരു വസ്തുതയല്ലേ. അവരെന്താ, നമ്മൾ ഈ ത്രിയേക ദൈവ വിശ്വാസത്തെ സംബന്ധിച്ച് തീർച്ചയായും ഈ തൃത്വവിശ്വാസികൾ ഈ ഈ കത്തോലിക്ക മതവിശ്വാസങ്ങൾ അവർ മതഭ്രഷ്ടനാക്കിയ ഒരു വ്യക്തിയെ അറിയൂസ്. ആ അറിയൂസിനെ തള്ളിക്കളയുകയാണ്. ഇപ്പൊ പ്രൊട്ടസ്റ്റന്റുകാർ, ഞാൻ ഇത് പറയാനുള്ള ഒരു കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ത്രിയേക തത്വവിശ്വാസത്തെ സ്ഥാപിക്കാൻ ഒരു പ്രമുഖനായ ഒരു പണ്ഡിതനായിരിക്കുന്ന ഒരു വ്യക്തി, വളരെ ബഹുമാന്യനായിരിക്കുന്ന ഒരു വ്യക്തി, ഒരു പാസ്റ്റർ, അദ്ദേഹം ഈ തൃത്വ വിശ്വാസം സ്ഥാപിക്കാൻ പരിശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പറയുന്നത് ഇത് യഹോവ സാക്ഷികളുടെ ഉപദേശമാണെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാദമത ത്രിയേക ദൈവ വിശ്വാസം, ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് യഹോവ സാക്ഷികളുടെ വിശ്വാസമാണ്. അത് ക്രിസ്തീയ വിശ്വാസങ്ങളിൽ നിന്നും അത് ഭിന്നമാണ്. അപ്പൊ യഹോവ സാക്ഷികളുടെ വിശ്വാസമാണ് ഏകദൈവ വിശ്വാസമെങ്കിൽ ഇത് ബൈബിൾ പറയാത്ത ഒന്നാണോ? ഇനി ഞാൻ ചോദിക്കുന്നത്, അറിയൂസാണ് ആദ്യം ഏകദൈവ വിശ്വാസമാണ് ഈ ബൈബിൾ ഉപദേശിക്കുന്നതെന്ന് സഭയിൽ ശക്തിയുക്തം വാദിച്ച ഒരു വ്യക്തിയാണ് അറിയൂസ്. ആ അറിയൂസിനെ ഇവർ മതഭ്രഷ്ടനാക്കി. അപ്പൊ അതെന്തിന്? അറിയൂസ് യഹോവ സാക്ഷി ആയിരുന്നത് കൊണ്ടാണോ അറിയൂസ് അങ്ങനെ പറഞ്ഞത്? ഇനി ഞാൻ ചോദിക്കട്ടെ, യഹോവ സാക്ഷികൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് ഒരു സത്യമല്ലാതെ ആയി പോകുകയും, എനിക്ക് യഹോവ സാക്ഷികളുടെ അനേക ഉപദേശങ്ങളോടും അങ്ങേയറ്റം എതിർപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എങ്കിലും ആ എതിർപ്പ് നിലനിൽക്കെ തന്നെ അവർ പറയുന്നത് വേദപുസ്തകത്തിൽ സത്യം പറഞ്ഞാൽ അവര് പറയുന്നത് കൊണ്ട് അത് വിശ്വസിക്കാൻ സാധിക്കയില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കുമോ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക, ഈ മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഇതൊക്കെ കത്തോലിക്ക സഭയാ പറയുന്നത്. അപ്പൊ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് കൊണ്ടാണോ, അത് ബൈബിൾ അത് പഠിപ്പിക്കാത്തത് കൊണ്ടാണോ പ്രൊട്ടസ്റ്റന്റുകാർ ഇതിനെ ഈ മധ്യസ്ഥ പ്രാർത്ഥനകളെ അംഗീകരിക്കാത്തത്? ബൈബിൾ അത് പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതല്ലേ നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ഒരു വലിയ സത്യം, അത് ഒരു പ്രത്യേക മതവിഭാഗം വെളിപ്പെടുത്തിയത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അത് യേശു ഏക രക്ഷകനാണെന്നുള്ള പ്രൊട്ടസ്റ്റന്റ് മതവിഭാഗങ്ങളെല്ലാം പറയുന്നത്. രക്ഷകൻ, ഏത് വ്യക്തിയെ കണ്ടാലും നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർമാരോ വ്യക്തികളോ സഹോദരങ്ങളോ ചോദിക്കും, സഹോദര നീ രക്ഷിക്കപ്പെട്ടവനാണോ? അപ്പൊ രക്ഷിക്കപ്പെടുക എന്നുള്ളത് ക്രിസ്തുയേശുവിലെ വിശ്വാസത്താലാണെന്ന് പ്രൊട്ടസ്റ്റന്റ് സഭ ശക്തിയുക്തം പഠിപ്പിക്കുകയും വാദിക്കുകയും ചെയ്യും. എന്നാൽ കത്തോലിക്ക സഭ കർമ്മമാർഗങ്ങളുടെ രക്ഷ പ്രാപിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നത് കൊണ്ട്
രക്ഷ വിശ്വാസത്തിൽ കൂടെയാണ് എന്നുള്ളത് അത് അംഗീകാര യോഗ്യമല്ല എന്ന് കത്തോലിക്ക സഭ പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് യഹോവ സാക്ഷികൾ പറയുന്നത് കൊണ്ട് ഏകദൈവ വിശ്വാസം ശരിയല്ല എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റുകാർ, അവർ വിശ്വസിക്കുന്ന, അവർ പഠിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള വിശ്വാസത്താലാണ് നമുക്ക് രക്ഷ എന്ന് പറയുന്ന ആ വലിയ വേദസത്യം, അത് അവർ പറയുന്നത് കൊണ്ട് ശരിയല്ല എന്ന് കത്തോലിക്കർ പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പൊ യഹോവ സാക്ഷികൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഏറെ ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതാ നമ്മുടെ ആലോചനാ വിഷയം. നീ ഈ ഈ പ്രിയ സഹോദരൻ പറയുന്നുണ്ട്, യഹോവ സാക്ഷിക്കാർ അവരുടേതായ ഒരു വേദപുസ്തകം പരിഭാഷപ്പെടുത്തി, ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അതുകൊണ്ട് അവർ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. എങ്കിൽ നാം നോക്കുക, ഈ പരിഭാഷകളെല്ലാം ആരാ നടത്തിയിരിക്കുന്നത്? ഈ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ ഒഴികെയുള്ള എല്ലാ പരിഭാഷകളും നടത്തിയിരിക്കുന്നത് ആരാ? അത് തൃത്വവിശ്വാസികളാണ് നടത്തിയിരിക്കുന്നത്, അല്ലാതെ ഏകദൈവ വിശ്വാസികളല്ല നടത്തിയിരിക്കുന്നത്. എത്രയോ പരിഭാഷകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവയെല്ലാം നടത്തിയിരിക്കുന്നത് ത്രിയേക ദൈവ വിശ്വാസികളാണ്. എന്നിട്ട് പോലും വേദപുസ്തകത്തിൽ ദൈവം ത്രിയേകനാണെന്ന് കാണിക്കാൻ ഒരു വാക്ക് പോലും ആ രീതിയിൽ പരിഭാഷപ്പെടുത്താൻ ഈ പരിഭാഷകർത്താക്കൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ത്രിയേക ദൈവവിശ്വാസം തെറ്റാണ്, ഏകദൈവ വിശ്വാസമാണ്. അപ്പൊ ഈ ത്രിയേക ദൈവ വിശ്വാസികൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന മുഴുവൻ പരിഭാഷകളിലും ദൈവം ഏകനാണെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിടത്ത് പോലും ദൈവം ത്രിയേകനാണെന്ന് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ അതിന് പകരം ഇവരെന്താ ചെയ്യുന്നത്? യഹോവ സാക്ഷികളുടെ പരിഭാഷയെ കുറ്റപ്പെടുത്തുമ്പോൾ ത്രിയേക വിശ്വാസികൾ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനത്തിലെ വാക്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുക ഇവർ ചെയ്യുന്നത്. അപ്പൊ യഹോവ സാക്ഷികൾ നടത്തിയ പരിഭാഷ തെറ്റാണെങ്കിൽ അതിനേക്കാൾ വലിയ തെറ്റാണ് ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റുകാർ ചെയ്യുന്നത്. എന്താ അവർ പറയുന്നത്? അനേകം നേരായി കിടക്കുന്ന വാക്യങ്ങളെയും അവർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അപ്പൊ അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. വേദപുസ്തകത്തിൽ പറയാ, അവൻ ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്ന വേദപുസ്തകത്തിൽ നമ്മോട് പറയുന്നത്. അങ്ങനെ ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്ന് വേദപുസ്തകം പറയുമ്പോൾ ഇവർ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണെന്നറിയോ? പരിഭാഷയിലല്ല, അവർ ആ വാക്യത്തെ വ്യാഖ്യാനിക്കുന്നത് യേശുക്രിസ്തുവാണ് ദൈവത്തിന്റെ സകല സൃഷ്ടിവേലയും ആരംഭിച്ചവനെന്ന, ദ ബിഗിനിങ് ഓഫ് ഗോഡ്സ് ക്രിയേഷൻ എന്നുള്ളതിന് ആ ദൈവത്തിന്റെ സൃഷ്ടിവേല അവനാണെന്ന ഇവർ കൊടുക്കുന്ന വ്യാഖ്യാനം. അപ്പൊ ബിഗിനർ എന്നൊരു പദം പ്രയോഗിക്കാൻ ഇംഗ്ലീഷിൽ ബിഗിനർ എന്നർത്ഥം വരുന്നൊരു പദം എവിടെ ഇല്ല? ഗ്രീക്ക് ഭാഷയിൽ ഇല്ലാത്തത് കൊണ്ടാണോ ബിഗിനിങ് എന്ന് വെച്ചത്? അപ്പൊ ദൈവ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിവേല ആരംഭിച്ചവൻ എന്നാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഈ ആവർത്തന പുസ്തകം 21-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്: തനിക്കുള്ള സകലത്തിലും 2 പങ്ക് അരിഷ്ടയുടെ മകന് കൊടുത്ത് അവനെ ആദ്യജാതൻ എന്ന് വിളിക്കണം. അതിന് ഇംഗ്ലീഷിൽ ഹി ഈസ് ദ ബിഗിനിങ് ഓഫ് ഹിസ് സ്ട്രെങ്ത് എന്ന, ആദ്യജാതൻ എന്നുള്ളതിന് ഹി ഈസ് ദ ബിഗിനിങ് ഓഫ് ഹിസ് സ്ട്രെങ്ത്, അവന്റെ ബലത്തിന്റെ ആരംഭമല്ലോ എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് പിന്നീടുണ്ടായ മക്കളെ ജനിപ്പിച്ചത് മുഴുവൻ ഈ അനിഷ്ടയുടെ മകനുണ്ടായ ആ സന്തതിയാണെന്നാണോ അതിന്റെ അർത്ഥം? നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇതുപോലെ എത്രയോ വാക്യങ്ങൾ ബിഗിനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവന്റെ ഈ ഉൽപ്പത്തി പുസ്തകം 10:10 ഇങ്ങനെ പറയാം, അവന്റെ രാജ്യത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞിട്ട് ദ ബിഗിനിങ് ഓഫ് ഹിസ് കിങ്ഡം വാസ് ബാബേൽ എന്ന. അപ്പൊ ബാബേലാണ് അവന്റെ രാജ്യത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ പിന്നീടുണ്ടായ എല്ലാ രാജ്യങ്ങളെയും സൃഷ്ടിച്ചത് ബാബേൽ എന്ന് പറയുന്ന ഒരു രാജ്യമാണ്, ഒരു നഗരമാണെന്നാണോ?
അതിന്റെ അർത്ഥം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞത് യഹോവ സാക്ഷികൾ വേദപുസ്തക പരിഭാഷയിൽ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി എന്ന് അല്ലെങ്കിൽ പരിഭാഷ തെറ്റായി പരിഭാഷപ്പെടുത്തി എന്നുള്ളതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നു. ഇങ്ങനെ എത്രയോ വാക്യങ്ങളും ഇവർ ത്രിയേക ദൈവം വിശ്വാസത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഇവർ കണ്ടെത്തുന്ന എല്ലാ വാക്യങ്ങളും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇതാ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്നത് ഈ ദൈവം ത്രിയേകൻ എന്ന് പറയുന്ന ഒരു വാക്യം പോലും അല്ലെങ്കിൽ ഒരു വാക്ക് പോലും ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ ഇതെല്ലാം യഹോവ സാക്ഷികളുടെ പരിഭാഷയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ത്രിയേക ദൈവ വിശ്വാസം സ്ഥാപിക്കാൻ വേണ്ടി ഇവര് നടത്തുന്ന ചില പദ്ധതികളാണ്. അപ്പൊ ദൈവം ഏകനാണെന്നുള്ളത് ഇത് പറയുന്ന മാന്യ സുഹൃത്തുക്കൾ അവർക്ക് ഗ്രീക്ക് ഭാഷയോ അല്ലെങ്കിൽ എബ്രായ ഭാഷയോ അറിയാത്തത് കൊണ്ടല്ല. അപ്പൊ അതിലെന്ത് പ്രയോഗിച്ചിരിക്കുന്നു? ഇപ്പൊ മറ്റൊന്ന്, ഇപ്പൊ അവര് പറയാ യേശു ദൈവമല്ല അല്ലെ പിതാവായ ദൈവം അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇവർ യോഹന്നാന്റെ സുവിശേഷം 1:1 ഇങ്ങനെ പരിഭാഷപ്പെടുത്തുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ഒരു ദൈവമായിരുന്നു എന്ന് ഇവർ പരിഭാഷപ്പെടുത്തുന്നു. ഒരു ദൈവമായിരുന്നു എന്ന് പരിഭാഷപ്പെടുത്തുന്നു എന്നാ പറയുന്നത്. അപ്പൊ ഒരു ദൈവം എന്ന് പരിഭാഷപ്പെടുത്തിയത് ഇത് യഹോവ സാക്ഷികളുടെ പുസ്തകത്തിലല്ല. ബെഞ്ചമിൻ വിൽസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഡയഗ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് പരിഭാഷ ചെയ്തിട്ടുണ്ട്. അത് പുതിയ നിയമത്തിന്റെ പരിഭാഷയാണ്, പദാനുപത പരിഭാഷയാണ്. അതിൽ അദ്ദേഹം ഈ ഭാഗത്തെ അങ്ങനെ തന്നെയാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. വചനം ഒരു ദൈവമായിരുന്നു. ഇനിയിപ്പോ ഒരു ദൈവം അല്ല, വചനം ദൈവമായിരുന്നു എന്ന് തന്നെ പറഞ്ഞാൽ പോലും നമ്മളൊന്ന് മനസ്സിലാക്കുക, ദൈവം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ഈ പറയുന്ന പാസ്റ്റർമാർക്ക് അറിയില്ലാത്തത് കൊണ്ടല്ല. അവരെല്ലാവരും പലരും ഗ്രീക്ക് എബ്രായ ഭാഷയിൽ പ്രാവീണ്യമുള്ളവർ തന്നെയാണ്. അപ്പൊ അവിടെ ദൈവം ക്രിസ്തു ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വ്യക്തികൾ ഉണ്ട് എന്നുള്ളത് സ്പഷ്ടമല്ലേ? വചനം ആരോടുകൂടെയായിരുന്നു? ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പൊ അവൻ കൂടെ ആയിരുന്നവനും വചനവും അവൻ ആരുടെ കൂടെയായിരുന്നു? അവർ രണ്ടുപേരും ഒരു വ്യക്തിയാണെന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? ഇനി ആ വചനം ദൈവമായിരുന്നു എന്ന് തന്നെ അറിയിക്കണം. ഒരു ദൈവം എന്ന് വേണ്ട, ദൈവമായിരുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിനെ മാത്രമല്ല, പിതാവിനെ മാത്രമല്ല ദൈവം എന്ന് വിളിച്ചിട്ടുള്ളതെന്ന് ഈ മാന്യ സഹോദരങ്ങൾക്കെല്ലാം അറിയാം. പിശാചിനെ ദൈവം എന്ന് വിളിച്ചിട്ടില്ലേ? ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നല്ലേ പറയുന്നത്? അപ്പൊ എന്താ, പിശാചും യഹോവയും ഒരു വ്യക്തിയാണോ? നമ്മൾ ആലോചിക്കുക. ഈ സങ്കീർത്തനം 86-ാം സങ്കീർത്തനത്തിൽ 8-ാം വാക്യത്തിൽ കർത്താവേ ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല എന്നാ പറയുന്നത്. അപ്പൊ ഒന്നിലേറെ ദൈവങ്ങളില്ലേ? അപ്പൊ ദൈവം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല. ഇനി നമുക്ക് മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം 15:11 ഫറവോനും അവന്റെ സകല സൈന്യവും വാളാൽ നിഹതന്മാരായിരിക്കും. ഇവിടെ സകല സൈന്യവും എന്നുള്ളതിന് ഏലോഹിം ദൈവം എന്നുള്ള പദമാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15:11 നാം നോക്കുക. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം യേശുവിന്റെ വാക്ക് തന്നെ 10:35 നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലയോ? അപ്പൊ നിങ്ങൾ ദേവന്മാർ ആകുന്നു എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലയോ? ഇത് യേശു പറഞ്ഞേ. അപ്പൊ അവരെ ദേവന്മാരെന്ന് വിളിക്കുന്നുവെങ്കിൽ അത് യഹോവ എന്നാണോ എന്റെ അർത്ഥം? ദൈവം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? ഈ സങ്കീർത്തനം 82:4 പറയുന്നത് ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ മധ്യേ ന്യായം വിധിക്കുന്നു.
പുറപ്പാട് പുസ്തകം തന്നെ 18:11 പറയാ, യഹോവ സകല ദേവന്മാരിലും വലിയവൻ എന്ന് ഞാൻ അറിയുന്നു. ന്യായാധിപന്മാരെ ദേവന്മാരെന്ന് വിളിച്ചിട്ടില്ലേ? പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ നോക്കിയറിയാം. ഞാൻ ഇങ്ങനെ ഒത്തിരി വാക്യങ്ങൾ പറയാനുണ്ട്. മോശയെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു എന്നല്ലേ പറയുന്നത്? അപ്പൊ ദൈവമെന്ന്, യേശു വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ത്രിയേക ദൈവ വിശ്വാസത്തിന് ഒരു 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 തെളിവായി വരുന്ന ഒരു വാക്യമല്ല. അപ്പൊ അവിടെ ഇവര് കാണുന്നത് യഹോവ സാക്ഷികൾ അവൻ ഒരു ദൈവമാണ് എന്ന് പറഞ്ഞ് ഈ പരിഭാഷ വികലമാക്കിയെന്നാ പറയുന്നത് ആശയം. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത്, അപ്പൊ അവര് പല ഭാഗങ്ങളിലും യഹോവ സാക്ഷികൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഏറെ നേരെ കിടക്കുന്ന വാക്യങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാ ഇന്നത്തെ ഈ ഈ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളെല്ലാം എന്ന് മനസ്സിലാക്കാം. പിന്നെ ഇവർ പറയുന്ന വലിയൊരു കാര്യം, തൃത്വം എന്ന് പറയുന്നത് ഒരു ദൈവ മർമ്മമാണെന്ന്. ഇതെങ്ങനെയാ ദൈവ മർമ്മമാകുന്നത്? ദൈവത്തെ മനുഷ്യന് വെളിപ്പെടുത്തണ്ടേ? മോശ ചോദിച്ചു, നീ ആരാണെന്ന് ഞാൻ പറയണം. ദൈവം എന്താ പറഞ്ഞേ? ഞാനാകുന്നവൻ ഞാനാകുന്നു. വളരെ വ്യക്തമായി പറഞ്ഞു ദൈവത്തിന്റെ അസ്തിത്വം എങ്ങനെയാണെന്ന് പറഞ്ഞു. അവിടെ ദൈവം വെളിപ്പെടുത്തണ്ടേ? ഞാൻ ഇങ്ങനെ 3 പേര് കൂടിയ ഒരു വ്യക്തിയാണെന്ന് വെളിപ്പെടുത്താൻ നാണക്കേടുണ്ടോ? ആലോചിച്ച് നോക്കുക. അതിന് ജല്ല് പറയുന്ന സമാധാനം, ഇവരൊക്കെ ബഹുദൈവ വിശ്വാസികളായിരുന്ന കാലത്താ. അപ്പൊ അവർക്കും ഇങ്ങനെ ഒരു ബഹുദൈവ വിശ്വാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ പറഞ്ഞെന്ന്. എന്ത് വലിയ കാഴ്ചപ്പാടാന്ന് ആലോചിച്ച് നോക്കി. ദൈവം ഏകനാണ് എന്ന് അടിവരയിട്ട് ആവർത്തന പുസ്തകം 6:4 പറയുക, യഹോവയായ ഞാൻ നിന്റെ ദൈവമാ, ഞാൻ ഏകനാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അപ്പൊ തൃത്വം ഒരു മർമ്മമാണ്. അപ്പൊ സാധാരണക്കാരന് ദൈവത്തെ മനസ്സിലാക്കണ്ടേ? ഇപ്പൊ ഈ വേദപുസ്തകം എഴുതിയത് ആർക്കു വേണ്ടിയാ? സാധാരണക്കാർക്ക് വേണ്ടിയല്ലേ? അതോ ഈ മർമ്മം ഗ്രഹിക്കാൻ സാധിക്കുന്നത് ആർക്കാ? ബൈബിൾ കോളേജിലും തിയോളജിക്കൽ സെമിനാരികളിലും പോയി പഠിക്കുന്നവർക്ക് മാത്രമേ ഈ മർമ്മം വെളിപ്പെടുകയുള്ളൂ. എന്നാ റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തെ കുറിച്ച് അറിയേണ്ടത് അവൻ അവർക്ക് വെളിപ്പെടുത്തിയെന്നാ പറയുന്നത്. 1-5 ദൈവത്തെ കുറിച്ച് അറിയേണ്ടത് അവൻ അവർക്ക് വെളിപ്പെടുത്തി. അപ്പൊ ദൈവത്തെ കുറിച്ച് നാം എന്തറിയണം? അത് അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, അവൻ ദയ, കരുണ, ദീർഘക്ഷമ, പരോപകാരം, സ്നേഹം, ഇതൊക്കെയുള്ള ഒരു ദൈവമാണ്. ദൈവം സ്നേഹമാണ്. അവൻ ദയയും കരുണയും മഹാദയയും ദീർഘക്ഷമയുള്ളവനാണ്. അവൻ നീതിമാനാണ്. അവൻ പാപത്തെ വെറുക്കുന്നവനും പാപിയെ സ്നേഹിക്കുന്നവനുമാണ്. അവൻ സകലത്തിന്റെയും സൃഷ്ടാവാണ്. അവൻ ആദിയും അവൻ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അവനൊരു ആരംഭമില്ല, അവൻ അനാദിയാണ്. ഇതെല്ലാം പറയുക. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുക, അവൻ ധന്യനായ ഏകാധിപതിയും കർത്താധികർത്താവും രാജാധിരാജാവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ എന്ന്. ഇങ്ങനെ ഇത്ര വ്യക്തമായി വേദപുസ്തകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തിയിട്ടും ഈ ഒരു കാര്യം മാത്രം ദൈവം മറച്ചു വെച്ചു എന്ന് കൃത്യവാദികൾ പറയാം. ഇതൊരു മർമ്മമാ, ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഇവരോട് നമ്മൾ ചോദിക്കുക, അപ്പൊ ഈ തൃത്വവാദികൾ തന്നെ, തൃത്വവിശ്വാസികൾ തന്നെ തൃത്വത്തെ കുറിച്ച് അവർക്ക് സംശയമുണ്ട്. ചിലർ പറയും പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവയാണ് പുതിയ നിയമത്തിൽ വന്ന യേശു. മറ്റു എന്ന് പറയാ അങ്ങനെയല്ല, ഇത് ദൈവത്തിന്റെ ഓരോരോ അംശങ്ങളാണ്, ഓരോരോ ഭാഗങ്ങളാണ്. ദൈവത്തിന് യഹോവ അല്ലെങ്കിൽ പിതാവ് ദൈവത്തിന്റെ ഒരു ഭാഗമാ പിതാവ്, ദൈവത്തിന്റെ മറ്റൊരു ഭാഗമാ പുത്രൻ, മറ്റൊരു ഭാഗമാ പരിശുദ്ധാത്മാവ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ 3 ഭാഗങ്ങളും കൂടെ ചേർന്ന് വരുന്ന ദൈവം ആരാണ് എന്നിവർ പറയണ്ടേ? പിതാവ് ദൈവത്തിന്റെ ഒരു ഭാഗമാ, പുത്രൻ ഒരു ദൈവത്തിന്റെ ഭാഗമാ, പരിശുദ്ധാത്മാവ് അതേ ദൈവത്തിന്റെ മറ്റൊരു ഭാഗമാണെങ്കിൽ ഇവര് ഭാഗമായിരിക്കുന്ന ആ ദൈവം ആരാ? ആ ദൈവത്തിന്റെ നാമം എന്താ? യേശു പറഞ്ഞില്ലേ, നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പോയി സ്നാനപ്പെടുത്താനാ പറഞ്ഞത്.
ഇപ്പൊ ഇവര് ഈ സ്നാനം നടത്തി ഈ ത്രിയേക ദൈവ വിശ്വാസികൾ ആരെങ്കിലും ഇന്ന് വരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം പറഞ്ഞ് ഈ ഒരു വാക്യം ഉച്ചരിച്ചിട്ടല്ലാതെ ആ നാമം ഏതാണെന്ന് പറയാൻ ഇവർക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ആ നാമത്തിൽ സ്നാനപ്പെടുത്താൻ പറഞ്ഞു. ഇനി മറ്റൊന്ന്, ഈ ത്രിയേക ദൈവ വിശ്വാസത്തിന്റെ അവർ കാണിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരു തേങ്ങ നിങ്ങൾ എടുക്ക്, ഈ തേങ്ങയ്ക്ക് 3 കണ്ണുണ്ട്. അതുപോലെയാ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതൊരു തേങ്ങയുടെ 3 കണ്ണുകളാ. ഈ 3 കണ്ണുകളും ചേർന്ന അത് തന്നെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ആ 3 കണ്ണുകളും ചേരുമ്പോഴാണ് ഈ തേങ്ങയുള്ള ഉളവാകുന്നതെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതിവ 3 ചേർന്ന് മറ്റൊരു ദൈവം വേണ്ടേ? 4മതൊരു ദൈവം ഉണ്ടെങ്കിലല്ലേ ആ ദൈവത്തിന്റെ ഭാഗമായി ഇവർക്ക് തീരാൻ സാധിക്കുകയുള്ളൂ. ആ ദൈവം ആരാണെന്നുള്ളതാ നമ്മുടെ ചോദ്യം. ആ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്താൻ സാധിക്കുമോ? അപ്പൊ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ നോക്കിയാലും അങ്ങനെ ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇപ്പൊ യഹോവയാം ദൈവം ഇപ്രകാരം മനുഷ്യർക്ക് തന്നെ നാം അറിയേണ്ട ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് അവൻ അവർക്ക് വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ വെളിപ്പെടുത്തൽ ഈ തൃത്വം, ത്രിയേകം എന്നുള്ള ആ ഭാഗം മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഇനി ഈ ത്രിയേക ദൈവ വിശ്വാസികളോട് നമ്മൾ ചോദിക്കുക, 1+1+1 എന്ന് പറഞ്ഞാൽ 3 അപ്പൊ ആ സഹോദരൻ നമ്മൾ ചോദിക്കും, നിങ്ങൾ 1+1+1 ഗുണിച്ചേന്ന്. അപ്പൊ ഗുണനവും കൂട്ടലും തമ്മിൽ ഇവർക്ക് വ്യത്യാസമൊന്നുമില്ല. ഇവരിപ്പോ കണക്കും ഗണിതശാസ്ത്രത്തെ പോലും മാറ്റി എഴുതേണ്ടി വരും. 1+1+1 എന്ന് പറഞ്ഞാൽ എന്തിനാ ഗുണമെന്ന് പറയുന്നത്? 1+1+1 3 കൂടുമ്പോഴെന്ന് പറയുന്നത്. ഇപ്പൊ ഒരമ്മ 3 മക്കളുണ്ട് അമ്മയ്ക്ക്. അതിൽ ആ അമ്മയോട് ചോദിക്കാം, ആ സ്ത്രീയോട് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 1 മകനേ ഉള്ളൂ എന്ന് ഈ അമ്മ പറയൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എത്ര മക്കളുണ്ട്? 3 മക്കളുണ്ട് എനിക്കെന്ന് അല്ലേ പറയുള്ളൂ. എനിക്ക് 1 മകനേ ഉള്ളൂ. നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കിയോ, 1+1+1 1 എന്ന് പറയുന്ന യുക്തിബോധം എത്രയാ? അവരുടെ യുക്തിബോധത്തെ നമ്മൾ എന്താ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇങ്ങനെ തൃത്വം സ്ഥാപിക്കാൻ വേണ്ടി നിരവധിയായിരിക്കുന്ന ദുരുപദേശങ്ങൾ തന്നെ അവർ പ്രചരിപ്പിക്കുന്നത്. ദുരുപദേശങ്ങളേക്കാൾ ഏറെ സത്യവചനത്തെ അവർ കൂട്ടിക്കളയുക. ദൈവം ഏകനാണ് എന്നുള്ളത് സംശയലേശമന്യേ വേദപുസ്തകം നമ്മോട് പറയുന്ന എത്രയോ ഭാഗങ്ങളാ ഉള്ളത്. അപ്പൊ ആ വേദഭാഗങ്ങളെയൊക്കെ ഇവർ മനഃപൂർവ്വം മറച്ചു കളയുമല്ലേ. ആവർത്തന പുസ്തകം 6:4 എന്താ പറയും? ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഈ യോഹന്നാൻ 5:44 പറയുക, തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾ. എന്താ? തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾ. ഇത് ക്രിസ്തുവ പറയുന്ന ഏക ദൈവം. അപ്പൊ ക്രിസ്തു വെളിപ്പെടുത്തിയത് ഏക ദൈവത്തെയാ. ഇനി പറയാ 1 കൊരിന്ത്യർ 8:4 പറയുന്നതിനാ, ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതൻ. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്, അവൻ മുഖാന്തരം സകലവും എന്നാ പറയുന്നത്. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല എന്ന് അപ്പോസ്തലൻ വളരെ വ്യക്തമായി താഴെ പറയാ. എല്ലാവരിലും ഈ അറിവില്ല. അപ്പൊ അതുകൊണ്ട് ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്ന അപ്പോസ്തലനാണ് പറയുന്നത്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 17:3 പറയാം, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഇത് യേശുവിന്റെ വാക്കാ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അറിയുന്ന യേശുക്രിസ്തുവിനെയും, നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ഇപ്പൊ യേശു പറയുന്നു ഏക സത്യ ദൈവമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഏക ദൈവത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന എത്രയോ വേദഭാഗങ്ങളുണ്ട്. ഇനി ഞാൻ ഇതിന്റെ വിശദമായ ഒരു വിശകലനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല.
കാരണം യേശുവും യഹോവയും ഇവർ തമ്മിൽ ഒന്നാണ് എന്ന് കാണിക്കാൻ ഇവർക്ക് ഒരൊറ്റ വാക്യം അവിടെ കാണാനുള്ളൂ. ഏതാ? യേശു പറഞ്ഞു, ഞാനും എൻ്റെ പിതാവ് ഒന്നാകുന്നു പറഞ്ഞു. യേശു പറഞ്ഞില്ലേ? അപ്പൊ ഇതുവരെ യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ എന്നേക്കാൾ വലിയവൻ, എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ എന്നെല്ലാം പറയുക. പുത്രൻ താൻ സകലവും തനിക്ക് കീഴ്പ്പെട്ടു വന്ന ശേഷം പിതാവ് താൻ സകലത്തിനും സകലവും ആകേണ്ടതിന് പുത്രൻ താൻ സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും എന്നാ പറയുന്നത്. എന്നിട്ട് പറയാ പിതാവ് തന്നെയാ പുത്രൻ എന്ന്, സമത്വമാണെന്ന്. ആലോചിച്ച് നോക്കിയേ. അപ്പൊ എന്തു പറയുന്നു? അപ്പൊ യഹോവയെ സംബന്ധിച്ചെന്താ പറഞ്ഞ? അവൻ അനാദിയാണ്, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യരാരും കാണാത്തവൻ, ആരും കണ്ടിട്ടില്ലാത്തവൻ. യേശുക്രിസ്തു അങ്ങനെയാണോ? യേശുക്രിസ്തു എന്തില്ല? അവൻ അമർത്യനാണോ? താൻ മാത്രം അമർത്യതയുള്ളവൻ. യേശുക്രിസ്തു അമർത്യനാണെങ്കിൽ അവൻ എങ്ങനെ മരിക്കാൻ സാധിക്കും? ഈ പ്രിയ സഹോദരന്റെ പ്രഭാഷണത്തിൽ ഞാൻ കേട്ട ഒരു കാര്യം അതാ, വളരെ നല്ലത്. ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു. എന്തിനാ ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി ജനിച്ചത്? എങ്കിൽ മാത്രമേ മനുഷ്യർക്ക് വേണ്ടി ഒരു ആദാമിന് പകരം, പൂർണ്ണ മനുഷ്യനായ ആദാമിന് പകരം ഒരു പൂർണ്ണ ബലിയായി തീരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ യേശുവിന്റെ പൂർണ്ണ മനുഷ്യത്വം അത് ആവശ്യമായിരുന്നു എന്നാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ആദാമിന് പകരം അവന് യാഗമായി തീരാൻ സാധിക്കില്ല, അവൻ പൂർണ്ണ അല്ലായിരുന്നുവെങ്കിൽ എന്നാണ് ഈ പ്രിയ സഹോദരൻ തന്റെ പ്രഭാഷണത്തിൽ പറയുന്നു. വളരെ സത്യം. എങ്കിൽ അതിനൊരു മറുവശമില്ലേ? ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെ ഈ പൂർണ്ണ മനുഷ്യനായിരുന്ന യേശു തന്നെയാണ് പൂർണ്ണ ദൈവവുമെങ്കിൽ, യഹോവയെങ്കിൽ, പിതാവെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? അവൻ അമർത്യനാണെന്ന് പറയുക. അപ്പൊ ആ യേശുവിന് മരിക്കാൻ സാധിക്കുമോ? ഒരു വായ കൊണ്ട് പറയും അവൻ പൂർണ്ണ മനുഷ്യനാ, അതുകൊണ്ടാണ് നമുക്ക് വേണ്ടി മരിക്കുവാൻ അവൻ പൂർണ്ണ മനുഷ്യനായി തീർന്നു. അടുത്ത നിമിഷം പറയും അവൻ പിതാവായ ദൈവം തന്നെയാ, അല്ലെ യഹോവയായ ദൈവം തന്നെയാ എന്ന്. എങ്കിൽ അവൻ എങ്ങനെ മരിക്കാൻ സാധിക്കും എന്ന് ഇവർക്ക് സമാധാനം പറയണ്ടേ ഇതിന്? അപ്പൊ ഒരേ സമയം മരിക്കുകയും മരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത വസ്തുവാണോ യേശു എന്ന് പറയുന്നത്? അപ്പൊ വീണ്ടും ഞാൻ പറയുക, അപ്പൊ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതാണ് എന്നിട്ട് പറയാ ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് യേശു പറഞ്ഞില്ലേ? അപ്പൊ യേശുവിന്റെ വാക്കല്ലേ ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന്? ഏതർത്ഥത്തിലാണ് യേശുവും പിതാവും ഒന്നാകുന്നത്? അതിന്റെ താഴേക്ക് നാം വരുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കും. പിതാവിനോട് അവന്റെ പ്രാർത്ഥനയാണ്, ഞാൻ നിന്നോട് യാചിക്കുന്നു ഇവരും ഈ ശിഷ്യന്മാരും നമ്മിൽ ഒന്നാകേണ്ടതിന് അവരെയും നിന്റെ വചനത്താൽ കാത്തുകൊള്ളണമെന്നാ പറയുന്നത്. പിതാവേ, ഇവരും നമ്മിൽ ഒന്നാകണം. അപ്പൊ ആ ഒന്നാകൽ എങ്ങനെ? അങ്ങനെയാണെങ്കിൽ ഈ 12 ശിഷ്യന്മാരും അവർക്കും യഹോവയായ ദൈവത്തിന്റെ തുല്യ പദവിയും തുല്യ ആ വ്യക്തിത്വവുമല്ലേ ലഭിക്കേണ്ടത്? അപ്പൊ ഏതർത്ഥത്തിലാ നിഷ്പക്ഷ ബുദ്ധിയാ തിമിരം ഈ തൃത്വത്തിന്റെ തിമിരം ബാധിക്കാത്ത ഏവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് യേശു ഇവിടെ പറഞ്ഞത്, ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? ഇല്ലെങ്കിൽ ഇതിനു മുമ്പ് യേശു പറഞ്ഞതെല്ലാം വിരുദ്ധമായി പോയത്. അപ്പൊ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പിതാവിനെ വെളിപ്പെടുത്താനാ. പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? പിതാവിനെ ആരും കണ്ടിട്ടില്ല. യേശു 33.5 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് യേശുവിനെ കാണാത്ത ആരെങ്കിലും ആണോ? എത്രയോ ആയിരങ്ങൾ യേശുവിനെ ദർശിച്ചു. അപ്പൊ അവരാരും യേശുവിനെ കണ്ടില്ലേ? പിതാവിനെ ആരും കണ്ടിട്ടില്ലെന്നാ യേശുവിന്റെ വാക്കായത്. അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തുകയാ ചെയ്തത്. അപ്പൊ വെളിപ്പെടുത്തിയിട്ടും ഇവൻ ത്രിയേകനാണെന്ന് വെളിപ്പെടുത്താൻ യേശുവിന് കഴിഞ്ഞില്ല. നോക്കുക, ഇതാണ് ഇവര് കണ്ടെത്തിരുക. എന്നാൽ അവിടെ എത്രയോ വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നു. ഇത് യഹോവ സാക്ഷികൾ എഴുതി വെച്ച വാക്യങ്ങളല്ല, ഇത് ദൈവാത്മാവിനാൽ രേഖപ്പെടുത്ത വാക്യങ്ങളാണ്.
ഇനി പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞാൽ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് വേദപുസ്തകത്തിൽ എവിടെയും പറയാനുണ്ടോ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നാണ് ഇവര് പറയുന്നത്. അതിനിവര് കണ്ടെത്തിയ ഒരു മാർഗം എന്താ? കാര്യസ്ഥനെ അയക്കും എന്ന് പറഞ്ഞു. കാര്യസ്ഥൻ എന്നുള്ളത് ഒരു വ്യക്തിയല്ലേ എന്നാ ചോദിക്കുന്നത്. ഇത് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, കാര്യസ്ഥൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ഈ പരിശുദ്ധാത്മാവിനെ അവൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും ഈ പറഞ്ഞ മൂലഭാഷ അറിയാത്ത സഹോദരങ്ങളല്ല ഇത് പറയുന്നത്. അവർ ഈ മൂലഭാഷയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടും പ്രയോഗങ്ങൾ മനസ്സിലാക്കിയിട്ടും അതിൻ്റെ സത്യാവസ്ഥ ഈ സാധാരണ ജനങ്ങൾ, വിശ്വാസികളുടെ ഇടയിൽ വെളിപ്പെടുത്താതിരിക്കുന്നതാണ്. വെളിപ്പെടുത്തിയാൽ അവരുടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകും. ഈ പറഞ്ഞ അവൻ എന്ന് പരിശുദ്ധാത്മാവിന് പ്രയോഗിച്ചിട്ടുള്ള വാക്ക് അത് മറ്റ് അനേകം ഇറ്റ്സെൽഫ്, അത്, അവ, പട്ടണങ്ങളെ സംബന്ധിച്ച് അവ, ദേ, ഇതെല്ലാം നപുംസകങ്ങളിലും പ്രയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണത്. ഇവർക്കറിയാത്തതല്ല. അതിനെക്കൊണ്ട് വേണേൽ ആ വാക്യങ്ങളെല്ലാം എടുത്ത് ഞാൻ തരാം. അപ്പൊ അവനെന്ന് പറഞ്ഞത് കൊണ്ട് അതൊരിക്കലും ഒരു വ്യക്തിയെ കാണിക്കാനല്ല. ഇനി കാര്യസ്ഥൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ അവനെ പുല്ലിംഗത്തിൽ പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല, യഹോവയ്ക്ക് നാം കൽപ്പിക്കുന്ന ആ ഒരു ലിംഗം അവൻ ഒരു പുരുഷനാണെന്ന്. അപ്പൊ അതുകൊണ്ട് യഹോവയിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവിനും ആ പുരുഷത്വം നമ്മൾ കൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആലോചിക്കുക, ജ്ഞാനമായവൾ ഒരു വീട് പണിതു എന്ന് സദൃശവാക്യത്തിൽ പറയുക. ജ്ഞാനമായവൾ ഒരു വീട് പണിതു. ഈ ജ്ഞാനമായവൾ, ആ ജ്ഞാനമെന്ന് പറയുന്നത് ഒരു വ്യക്തി ആയതുകൊണ്ടാണോ അവിടെ ആ ഒരു സ്ത്രീത്വം അവിടെ ആരോപിച്ചിരിക്കുന്നത്? ഭൂമിയെ എന്താ പറയുന്നത്? ഭൂമി ദേവി അല്ലെങ്കിൽ ഭാരത മാതാവ് എന്ന് പറയുന്നത്, ഭാരതം എന്ന് പറയുന്ന ഭൂപ്രദേശം ഒരു സ്ത്രീ ആയതുകൊണ്ടാണോ? നമ്മൾ ആലോചിക്കുക. അപ്പൊ ഇത് ഇത് ആ പുരുഷത്വം ആരോപിക്കുന്നത് കൊണ്ടാ, അല്ലാതെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്നോ. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനില്ല, അതിലേക്ക് നടക്കുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുക. ഏതാ? ദൈവത്തിൽ നിന്നും പുറപ്പെടുന്ന അവരാണ് ഇവർ മൂന്ന് പേരും. ദൈവത്തിന്റെ ഭാഗങ്ങളാണെങ്കിൽ അവരും ദൈവങ്ങളായിരിക്കുമെന്ന് ഞാൻ ചോദിക്കട്ടെ. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്നതാണ് ചൂട്, അതുപോലെ തന്നെ പ്രകാശം. അപ്പൊ സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശത്തെ മറ്റൊരു സൂര്യനായിട്ട് നമ്മൾ പറയുമോ? സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന ചൂട്, ആ ചൂടിനെ മറ്റൊരു സൂര്യനായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുവോ? ഇല്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഞാൻ ആദ്യം ചോദിച്ചത് ഇത് തന്നെയാണ്. ഒരു നാലാമതൊരു ദൈവം തൃത്വവാദികൾക്കുണ്ടെങ്കിലേ ഇവര് പറയുന്ന ആശയം ഏതെങ്കിലും രൂപത്തിൽ അത് സമന്വയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിന് വെറുതെ ഞാൻ യഹോവ സാക്ഷിക്കാരുടെ അനേകം വിശ്വാസങ്ങളോടും പൂർണ്ണമായ എതിർപ്പുള്ളവനാണ്. എന്നിട്ടും ഈ ഒരു കാര്യം യഹോവ സാക്ഷികൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ രണ്ട് സത്യങ്ങൾ വേദപുസ്തകത്തിലെ ഒന്ന് ദൈവം ഏകനാണെന്നുള്ളതാണ്. മറ്റൊരു സത്യം പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ളതാണ്. അല്ലാതെ പാപത്തിന്റെ ശമ്പളം നിത്യദണ്ഡനമാണെന്നോ അല്ല അത് നരകത്തിലുള്ള നിത്യയാതനയാണെന്നോ ബൈബിൾ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. ആ വിഷയം പിന്നീട് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, നിങ്ങളുടെ കണ്ണുകൾ തുറക്കണം. നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള പാസ്റ്റർമാരുടെയോ ഈ മറ്റു പുരോഹിതന്മാരുടെയോ ഉപദേശം കണ്ണുമടച്ച് സ്വീകരിക്കുന്നവരോ വിശ്വസിക്കുന്നവരോ ആകാൻ പാടില്ല. നിങ്ങൾ സത്യവചനം എന്താണെന്ന് ദൈവവചനത്തിന്റെയും നിങ്ങളുടെ യുക്തിയുടെയും വെളിച്ചത്തിൽ നിങ്ങൾ ചിന്തിക്കണം. അതിൽ നിങ്ങൾ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇന്ന് അനേകം ദുരുപദേശങ്ങളും അതിൻ്റെ കെട്ടഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സത്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് പ്രിയപ്പെട്ടവരേവരും കടന്നു വരാൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇതിൻ്റെ വിശദമായ തൃത്വത്തിൽ പിതാവിനെ പുത്രനെ കുറിച്ചോ പിതാവിനെ കുറിച്ചോ പരിശുദ്ധാത്മാവിനെ കുറിച്ചോ വിശദമായി തന്നെ വീണ്ടും ചിന്തിക്കാം എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എല്ലാ ദൈവത്തിന്റെ കൃപയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വലിയ വാക്യങ്ങൾ ഞാൻ ഇവിടെ ഉപസംഹരിക്കുന്നു.